ഫുൾ കോൺഫിഗറേഷൻ ഉൾപ്പെടെ, അതായത് എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാം എന്നുൾപ്പെടെയുള്ളത് നമ്മളിവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദിനീഷ്, DK നെറ്റ്വർക്കിംഗ് സൊല്യൂഷൻസ്. സോ നമ്മളിവിടെ ഇന്ന് നോക്കാൻ പോകുന്നത് ലോഡ് ബാലൻസറിനെ കുറിച്ചാണ്. ലോഡ് ബാലൻസർ നിങ്ങൾ പലർക്കും അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. അതായത് നമ്മൾ ഒന്നിലധികം ISPകൾ, അതായത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് സ്വിച്ച് ആവാനായിട്ട് ഉപയോഗിക്കുന്നൊരു ഡിവൈസാണ് ലോഡ് ബാലൻസർ. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് നമ്മുടെ TP-Linkൻ്റെ ലോഡ് ബാലൻസറാണ്, VPN റൗട്ടറായ ലോഡ് ബാലൻസറാണ്. സോ ഇതിനകത്ത് നമുക്ക് ഈ വീഡിയോയിൽ നമ്മളതിൻ്റെ ഫുൾ കോൺഫിഗറേഷൻ ഉൾപ്പെടെ, അതായത് എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാം എന്നുൾപ്പെടെയുള്ളത് നമ്മളിവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, അതായത് ഇത് അറിയില്ലാത്തവർക്ക്, ഇത് എന്താണ് അറിയില്ലാത്തവർക്കോ അല്ലെങ്കിൽ എന്താണ് ലോഡ് ബാലൻസർ എന്ന് അറിയാത്തവർക്ക് ഒരു ജസ്റ്റ് ബ്രീഫ് എക്സ്പ്ലനേഷൻ ഞാനിപ്പോൾ തരാം. അതായത് ലോഡ് ബാലൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ഓഫീസിലായാലും, നമ്മളിപ്പോൾ കോർപ്പറേറ്റ് ഓഫീസായാലും, ഇപ്പോൾ നോർമൽ വീടുകളിൽ പോലും കാണാം, നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട്, അതായത് ഇൻട്രപ്റ്റ് ഇല്ലാണ്ട് നമുക്ക് കാണുവാനായിട്ട് നമ്മൾ ഒന്നിലധികം ISPകൾ എടുക്കുന്നു. അതായത് സർവീസ് പ്രൊവൈഡർ എടുക്കുന്നു. ചിലപ്പോൾ ഏഷ്യാനെറ്റ് എടുക്കാം, ജിയോ എടുക്കാം, എയർടെൽ എടുക്കാം. അങ്ങനെ ഒന്നിലധികം എടുത്തു കഴിഞ്ഞിട്ട് നമുക്കത്, അതായത് ഒരെണ്ണം പോകുമ്പോൾ തന്നെ നമുക്ക് അടുത്തത് കണക്റ്റ് ആവണം. അതായത് നമുക്ക് ഇൻട്രപ്റ്റ് വരാൻ പാടില്ല. അപ്പോൾ നമുക്കറിയാം ഏതൊരു ISP ആണെങ്കിലും ആ ഒരു ടൈം ഉണ്ടാവാം, ആ ഒരു ഇൻട്രപ്റ്റ് വരുന്ന ടൈം ഉണ്ടാവാം. അപ്പോൾ അതില്ലാണ്ട് നമുക്ക് എങ്ങനെ അതിനെ എടുക്കാം എന്നുള്ള ഒരു പോംവഴിയാണിത്. അപ്പോൾ നമ്മൾ മാനുവലി നമ്മളത് മാറ്റി കണക്ട് ചെയ്യൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ ആ സമയം കട്ടാവുന്ന സമയത്ത് അവിടെ ചെല്ലണം, വീണ്ടും അത് കട്ടാകുമ്പോൾ തിരിച്ചു കുത്തണം. അപ്പോൾ അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഓഫീസുകളിലും മറ്റും അതൊന്നും പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഈ ലോഡ് ബാലൻസിങ് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു കണക്ഷൻ കട്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ അടുത്ത പ്രൊവൈഡർ, നമ്മൾ അത് രണ്ടും ഈ ലോഡ് ബാലൻസർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. 2 അല്ലെങ്കിൽ 3 ISP ആണെങ്കിൽ നമ്മൾ ഈ ലോഡ് ബാലൻസർ റൗട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ഡിസ്കണക്റ്റ് ആകുമ്പോൾ തന്നെ അടുത്തതിലോട്ട് ഇത് കണക്ഷൻ വരും. അപ്പോൾ അതാണ് ഇതിവിടെ സംഭവിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള ചില തെറ്റിദ്ധാരണകൾ ഈ ലോഡ് ബാലൻസിങ് ഡിവൈസിനെ കുറിച്ചുണ്ട്. അതും ഞാനിവിടെ അത് പറഞ്ഞുതരാം. അതായത് ചിലർ പറയും രണ്ട് ISPകൾ ഉള്ളപ്പോൾ, അതായത് ഒന്നിലധികം ISP ഉള്ളപ്പോൾ ഒരു ISPക്ക് 50 MBPS പ്ലാനാണെന്ന് വിചാരിക്കുക, അടുത്ത ISPക്കും അതുപോലെ തന്നെ ഒരു 50 MBPS പ്ലാനാണെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടും കൂട്ടുമ്പോൾ 100 MBPS പ്ലാൻ ഈ ലോഡ് ബാലൻസറിലൂടെ നമുക്ക് ഇൻ്റർനെറ്റ് ലഭിക്കും എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ലഭിക്കില്ല. അറ്റ് എ ടൈം ഒറ്റ ISPയിൽ നിന്ന് മാത്രമേ നമുക്ക് കണക്ഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെയില്ല. നമുക്ക് ആ ഒരു ഒന്ന് കട്ടാകുമ്പോൾ അടുത്തതിലോട്ട് നമുക്ക് പ്ലാൻ ചേഞ്ച് ആവുന്നല്ലാണ്ട് ആ ഒരു 2 സ്പീഡ് കൂടി ഒരുമിച്ച് നമുക്കൊരു ഡിവൈസിൽ കിട്ടില്ല. അത് നമ്മൾ ആ ഒരു ISP തന്നെ ISP സ്പീഡ് കൂടുതൽ എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ലോഡ് ബാലൻസർ എടുത്തിട്ടുണ്ടെങ്കിൽ കണക്ഷൻ കട്ടാകുകയില്ല. അതായത് ഒരെണ്ണം കട്ടാകുമ്പോൾ തന്നെ അടുത്ത് കയറും. അപ്പോൾ കട്ടാവുന്നത് നമുക്ക് ഫീൽ ചെയ്യില്ല. അതും തെറ്റായ ഒരു ധാരണയാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കണക്ഷൻ, 2 കണക്ഷൻ 3 കണക്ഷൻ ലോഡ് ബാലൻസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊരു കണക്ഷൻ കട്ടാകുകയാണെന്ന് വിചാരിക്കുക. ആ കട്ടാകുമ്പോൾ ആ ഒരു 3-4 പിങ് നമുക്ക് അത് കട്ടായതിന് ശേഷമായിരിക്കും അടുത്ത ISPയിലോട്ട് കണക്റ്റ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ചെറിയൊരു ബഫർ ടൈം അവിടെ കാണിക്കും. അതായത് നമുക്കിപ്പോൾ ഒരു ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, ഓൺലൈൻ സ്ട്രീം ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അവിടെ ആ ഒരു ടൈം, ആ ഒരു ഫ്രീസിങ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ റെക്ടിഫൈ ആവും. അപ്പോൾ നമ്മൾ ഈ മാനുവലി കുത്തുന്നേക്കാളും സ്പീഡിൽ തന്നെ അത് ആവും. എന്നാലും ആ ഒരു ജസ്റ്റ് ഒരു ഡിസ്കണക്ഷൻ അവിടെ ഉണ്ടാവും. അല്ലാണ്ട് നമ്മളിപ്പോൾ ചിലവർ പറയുന്നുണ്ട് ഇതൊരു ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ലെവലിൽ തന്നെ അത് ക്ലിയർ ചെയ്യും ഡാറ്റയുടെ, അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യില്ല. പക്ഷേ അങ്ങനെയല്ല. യൂട്യൂബിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോഴോ ചിലപ്പോൾ അറിഞ്ഞില്ലെന്ന് വരാം. എന്നാലും നമുക്ക് ആ ഒരു ആ ഒരു ചെറിയൊരു ടൈമിൽ, ഒരു ബഫർ ടൈമിൽ ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും. അതായത് ആ ഒരു കട്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈ ഓൺലൈൻ സ്ട്രീമിങ് ചെയ്യുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ അങ്ങനെ ലൈവ് പോകുന്നവർക്കും അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതലായിട്ട് മനസ്സിലാകുന്നതെന്നുള്ളൂ. പക്ഷേ അത് നോർമലി അത് ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക. ഈ 2 കാര്യങ്ങളാണ്. അപ്പോൾ ഒന്ന്, ഈ 2 ISPയുടെ സ്പീഡ് ഒറ്റ ഇതിൽ കിട്ടില്ല. അത്രയും കൂടില്ല. 50 100 ഉപയോഗിക്കലൊന്നും നടക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു കട്ടാകുമ്പോൾ ഉള്ള ഒരു ഡിലേ അതുണ്ടാവും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഒരു ടെക്നീഷ്യനാണെങ്കിൽ അത് പറഞ്ഞിട്ട് തന്നെ നമ്മൾ കൊടുക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും. പിന്നെ ഇതെന്തുകൊണ്ട് ഫീൽ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ, നോർമൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവർക്ക് മാനുവലി കണക്ട് ചെയ്യുന്നതിനേക്കാളും ഉപകാരമാണത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് സ്വിച്ചിൽ തന്നെ കൊടുത്തുകൂടെ, എന്തിനാണ് നമുക്ക് ലോഡ് ബാലൻസറിൻ്റെ ആവശ്യം എന്താണ്? നമുക്ക് നോർമലി ഒരു നെറ്റ്വർക്ക് സ്വിച്ച് ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്ക് സ്വിച്ചിൽ തന്നെ 2 കണക്ഷൻ കൊടുത്തുകൂടെ. പക്ഷേ 2 കണക്ഷൻ അങ്ങനെ നമുക്ക് 2 ISPകൾ സ്വിച്ചിൽ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ IP ക്ലാഷ് വരും. എല്ലാ ഡിവൈസിനും പ്രോപ്പറായിട്ട് നെറ്റ് കിട്ടില്ല. ചില ഡിവൈസുകളൊക്കെ കട്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2 ISPയും നമ്മൾ ഒറ്റ നെറ്റ്വർക്കിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കാതിരിക്കുക. ഒരു സ്വിച്ചിൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കണക്ഷൻ കിട്ടില്ല. ഒരു സ്വിച്ച് വെച്ചാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ISP മാത്രം കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലോഡ് ബാലൻസർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്കത് മാനുവലി ആ ഒരു കട്ടായ ആ ISP ഊരിയിട്ട് നമുക്ക് അടുത്ത ISP കണക്ട് ചെയ്ത് നമുക്ക് സ്വിച്ചിൽ കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. കുഴപ്പമില്ല. നമുക്ക് മാനുവലി അങ്ങനെ മാറ്റി കണക്ട് ചെയ്യണമെന്നുള്ളൂ. പക്ഷേ അല്ലാണ്ട് നമ്മൾ ഒരേ സ്വിച്ചിൽ തന്നെ 2-2 ISP കണക്ട് ചെയ്യരുത്. അങ്ങനെ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ തന്നെ കംപ്ലയിൻറ്റ് ഒരുപാട് പറയാറുണ്ട്. ചിലതിൽ കിട്ടുന്നില്ല, ചിലതിൽ കിട്ടാത്തതല്ല, നമ്മൾ IP ക്ലാഷ് വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ക്ലാഷ് വരുമ്പോൾ നമുക്കത് കണക്ഷൻ ഫെയിൽ ആവും. അത് നോർമലാണ്.
അപ്പോൾ അതിനകത്ത് അതൊന്നും ശ്രദ്ധിക്കുക, അങ്ങനെ കൊടുക്കില്ല. അപ്പോൾ അതിനൊരു പരിഹാരമാണ് നമ്മൾ ഈ ലോഡ് ബാലൻസർ ഡിവൈസ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിന്ന് എങ്ങനെയാണ് അത് കോൺഫിഗറേഷൻ ചെയ്യുന്നതെന്ന്, ലോഡ് ബാലൻസിങ് കോൺഫിഗറേഷൻ ചെയ്യുന്നതെന്നും ബാക്കി VPN കോൺഫിഗറേഷൻ ഉൾപ്പെടെയുള്ള എല്ലാം നമ്മൾ ഓരോ വീഡിയോകളിലായിട്ട് നോക്കും. ഇപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡ്യൂഷനാണ്. അടുത്തൊരു വീഡിയോ തന്നെ നമുക്ക് ഇതിൻ്റെ കോൺഫിഗറേഷൻ, അതായത് ഇതിന് തൊട്ടടുത്ത് തന്നെ വീഡിയോ തന്നെ നമ്മളൊരു കോൺഫിഗറേഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോൾ കോൺഫിഗറേഷൻ ലെവലിലാണ്. അപ്പോൾ അത് വീഡിയോ ചെയ്ത് നമുക്കത് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് കാണാം. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെയും ലിങ്ക് ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാൻ, അതിനകത്ത് ഫുൾ കോൺഫിഗറേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ VPN കോൺഫിഗറേഷനും ഇതുപോലെ തന്നെ P2P ഉൾപ്പെടെയുള്ള ഡിവൈസുകളുടെയൊക്കെ കോൺഫിഗറേഷൻ വീഡിയോ ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, കാണുക. താങ്ക് യു സോ മച്ച്. കോൺഫിഗറേഷൻ വീഡിയോയിലേക്ക് പോകാം.